ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ അനീഷിൻ്റെ ചോദ്യത്തിനുള്ള മറുപടിയെല്ലാം ഇന്നും അനു ലാലേട്ടൻ്റെ മുമ്പിൽ കൊടുത്തിരിക്കുകയാണ്. അപ്പം നമുക്കറിയാം അനുവിൻ്റെ അടുത്ത് അനീഷ് ചോദിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, എനിക്ക് അനുവിനെ ഇഷ്ടമാണ്, വിവാഹം കഴിച്ചാലോ എന്ന് ചോദിക്കുന്നു, എനിക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട്, കഴിച്ചാലോ എന്നൊക്കെ ചോദിക്കുന്നൊരു ഒരു സംഭവം ഇങ്ങനെ കടന്ന് ഓടിയല്ലോ. അപ്പം അതിനുള്ള മറുപടിയെല്ലാം ഇന്ന് അനു കൊടുത്തിട്ടുണ്ട്. അപ്പം ആദ്യം തന്നെ പറയട്ടെ, ഇത് ഇന്നത്തെ ഈ ഒരു വിഷയം നല്ല രീതിയിൽ തന്നെ ബിഗ് ബോസ് ടീമും ലാലേട്ടനും കൈകാര്യം ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി അത് ഈ ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി പൊങ്ങി വരുമെന്ന് അറിയത്തില്ല, കാരണം ഇനി ഒരാഴ്ച കിടക്കുമല്ലേ. അപ്പം ഇവിടെ ഇത് വേണമെങ്കിൽ ബിഗ് ബോസ് ടീമിന് ഈ ഒരു സംഭവം മുക്കായിരുന്നു. ലൈവിനകത്ത് ഇവർ സംസാരിക്കുന്ന എടുക്കുന്നതൊക്കെ കട്ട് ചെയ്ത് കളയായിരുന്നു, പ്രേക്ഷകരെ കാണിക്കേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷേ ഈ ഒരു വിഷയം ഉറപ്പായിട്ടും പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടി ഇട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ലാസ്റ്റ് സമയമാണ്. ഇപ്പോൾ ലാസ്റ്റ് സമയമാകുമ്പോഴത്തേക്ക് ഓൾറെഡി ബിഗ് ബോസിൻ്റെയൊക്കെ ഒരു ഷോ നമ്മൾ എടുത്ത് നോക്കുവാണെങ്കിൽ ലാസ്റ്റ് സമയങ്ങളിൽ വലുതായിട്ടുള്ള കോണ്ടൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാവരും ഗെയിമും കാര്യങ്ങളൊക്കെ അവസാനിച്ചു, ഒരു നോർമലി പോകുന്നൊരു സമയമാണ്. അപ്പം അവസാന ഫിനാലയോട് അടുക്കുമ്പോഴത്തേക്ക് ഒരു കോണ്ടൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ആ സമയത്താണ് ഇവർക്കൊരു കോണ്ടൻറ്റ് കിട്ടിയത്, ബിഗ് ബോസ് ടീമിന്. അപ്പോൾ അത് വെച്ച് അതൊരു കോണ്ടൻറ്റ് ഉണ്ടാക്കി പുറത്തോട്ട് എയർ ചെയ്തു. അതാണ് ഇവർ ചെയ്തത്. പക്ഷേ അത് നല്ല രീതിയിൽ തന്നെ അനുവിൻ്റെ ലൈഫിനെ ബാധിക്കാത്ത രീതിയിൽ തന്നെ അത് ക്ലോസ് ചെയ്ത്, ചാപ്റ്റർ ക്ലോസ് ചെയ്ത്, കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പറഞ്ഞ് ക്ലിയർ ചെയ്ത് വിട്ട പോലെയാണ് എനിക്ക് ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയത്. നല്ല രീതിയിൽ തന്നെ ലാലേട്ടൻ ഇത് ഹാൻഡിൽ ചെയ്തു, നല്ല രീതിയിൽ തന്നെ ഇത് ഇൻഡ് ചെയ്തു. അത് ഇനിയിപ്പം പൊങ്ങി വരുമെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. കാരണം ഇനി ഒരാഴ്ചയും കൂടെ ഉണ്ട്. അതിനപ്പുറം വെച്ച് ഇതിനെ പറ്റിയിട്ടുള്ള വിഷയങ്ങൾ വീണ്ടും കുത്തിപ്പൊക്കുമെന്നൊന്നും അറിയത്തില്ല. അപ്പം ഇവിടെ അനീഷിൻ്റെ അടുത്തും ഇതിനെ പറ്റിയിട്ട് ചോദിക്കുന്നുണ്ട്, അതുപോലെ മറ്റുള്ള കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത് എല്ലാം ചോദിക്കുന്നുണ്ട്, എല്ലായിടത്തും ചോദിക്കുന്നുണ്ട് ഇതിനെ പറ്റിയിട്ടൊക്കെ. അതിലെ 100 അടുത്തൊക്കെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട്, നിങ്ങൾ ഇത്രയും നല്ലൊരു ഫ്രണ്ട്സായിട്ട് ഇതിനെ പറ്റിയിട്ടൊന്നും അനു പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ അനുവിൻ്റെ അടുത്ത് ചോദിക്കുന്ന സമയത്ത്, അപ്പോൾ അനീഷിൻ്റെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് അനീഷ് പറയുന്നുണ്ട്, എനിക്ക് സീരിയസ് ആയിട്ട് തോന്നിയ കാര്യമാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ് ലാസ്റ്റാണ് അനുവിൻ്റെ അടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ അനുവിന് എങ്ങനെയാണ് ഈ ഒരു അനീഷ് പറഞ്ഞതിനോട് അനുവിന് എടുക്കാൻ പറ്റുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് അനു പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അനീഷേട്ടനെ ഇഷ്ടമാണ്. അനീഷേട്ടൻ്റെ സ്വഭാവം വന്നപ്പോഴേക്കാളും ഇപ്പം നല്ല മാറ്റമുണ്ട്. അനീഷേട്ടൻ്റെ ക്യാരക്ടർ ഇഷ്ടമാണ്, സ്വഭാവം ഇഷ്ടമാണ്. അനീഷേട്ടൻ എനിക്ക് പൊതുവേ എനിക്ക് ഇവിടെ വന്നിടം തൊട്ട് എനിക്ക് ഇഷ്ടമാണ്, നല്ലൊരു വ്യക്തിയാണ്, അതുകൊണ്ട് എനിക്കിഷ്ടമാണ്. പക്ഷേ എനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല, ഒരു ഫ്രണ്ടായിട്ടാണ് എനിക്ക് കാണാൻ താല്പര്യമെന്ന് അനു പറഞ്ഞ് അനുവിൻ്റെ ഭാഗം അനു ക്ലിയർ ചെയ്തിരിക്കുന്നു. എനിക്ക് അത്ഭുതം തോന്നിയതല്ല, ഈ ഒരു വിഷയം അനു നല്ല രീതിയിലാണ് ഹാൻഡിൽ ചെയ്തത് കേട്ടോ. നല്ല ചിരിച്ചുകൊണ്ട്, നല്ല ഒരു സ്മൈലോട് കൂടിയാണ് ഈ ഒരു വിഷയം ഹാൻഡിൽ ചെയ്തത്. സാധാരണ ഇങ്ങനെയൊക്കെ ഒരു വിഷയം വരുമ്പോഴത്തേക്ക് നമുക്ക് താല്പര്യമില്ലാത്ത കേസാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ദേഷ്യം വരും, നമ്മൾ പൊട്ടിത്തെറിക്കും, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ദേഷിച്ചു പോകും. കാരണം വീണ്ടും വീണ്ടും ഇതിങ്ങനെ പറഞ്ഞ് ഓരോ ആൾക്കാരും കളിയാക്കുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന എല്ലാ ആൾക്കാരും ഇതിനെ പറ്റിയിട്ട് കളിയാക്കുന്നുണ്ട്. കാരണം ലാലേട്ടൻ ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ സമയം തൊട്ട് തന്നെ അനുവിനെയും അനീഷിനെയും കളിയാക്കിക്കൊണ്ടാണ് ലാലേട്ടൻ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അനീഷ് മോനെന്നും അനുമോളെന്നും നമ്മൾ പ്രൊമോയ്ക്കകത്ത് കണ്ട പോലെ അനീഷ് മോൻ എന്ന് പറയുന്നുണ്ട്. അതൊരു അനുമോളിൻ്റെ ഒരു മോള് ചേർത്തിട്ടാണ് അനീഷ് മോൻ ആക്കിയത്. ഇപ്പം അവിടെ തൊട്ട് തുടങ്ങിയ കളിയാക്കലാണ്. അപ്പോൾ ഇത്രയൊക്കെ സഹിച്ച് പുള്ളിക്കാരിക്ക് താല്പര്യമില്ലാത്തൊരു കേസ് ഇങ്ങനെ വീണ്ടും വീണ്ടും കളിയാക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ആർക്കാണെങ്കിലും ദേഷ്യം വരും. പക്ഷേ ഇതെല്ലാം നല്ല രീതിയിൽ അനു ഹാൻഡിൽ ചെയ്ത്, കൺട്രോൾ ചെയ്ത്, നല്ലൊരു സ്മൈലോട് കൂടി, നല്ല ചിരിച്ച മുഖത്തോടു കൂടിയാണ് എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞു. ഈ ഒരു അനീഷുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു വിഷയത്തിൽ കല്യാണം കഴിക്കട്ടെ എന്ന് ചോദിച്ചൊരു ചോദ്യമായിട്ട് ബന്ധപ്പെട്ട് നല്ല രീതിയിലാണ് പുള്ളിക്കാരി മറുപടി പറയുന്നുണ്ട്. കാരണം അനീഷേട്ടനെ എനിക്കിഷ്ടമാണ്, പുള്ളി നല്ലൊരു വ്യക്തിയാണ്, എല്ലാം ഓക്കെയാണ്, പക്ഷേ എനിക്കൊരു ഫ്രണ്ടായിട്ട് കാണാനാണ് എനിക്ക് താല്പര്യമെന്ന് പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ട്. ഇത് അനീഷ് എങ്ങനെ എടുക്കും എന്നറിയത്തില്ല. കാരണം ഇതൊന്നും പറയാതെ തന്നെ അനീഷ് അനുവിൻ്റെ അടുത്ത് മിണ്ടാതെ നടക്കുന്നതാണ് നമ്മൾ കഴിഞ്ഞ ലൈവിനകത്തൊക്കെ നമ്മൾ കണ്ടത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ലാലേട്ടൻ ലാസ്റ്റ് പറയുന്നൊരു കാര്യമുണ്ട്. കാരണം ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കി നമ്മൾ ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കാനുണ്ട്. അപ്പോൾ പെട്ടെന്ന് അവർ മറുപടി പറയത്തില്ല. അപ്പോൾ ലാലേട്ടനും പറയുന്നത് ഇത് അനു തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്.
അത് ആലോചിച്ചും കണ്ടും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളത് മുമ്പോട്ട് പോകുക, അല്ലെങ്കിൽ അത് അവിടെ വെച്ച് സ്റ്റോപ്പ്. നിങ്ങൾക്ക് എന്താണോ നിങ്ങളെ തീരുമാനം, അതുമായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകാമെന്ന് പറഞ്ഞ് നല്ല രീതിയിൽ ഒരു ലാലേട്ടൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു വിഷയം സ്റ്റോപ്പ് ചെയ്യുന്നത് കേട്ടോ. അല്ലാതെ ഒരു ഒരു വിഷയം കുത്തിപ്പൊക്കി വീണ്ടും ഇവർക്കിടയിലോട്ട് ഇട്ട് കൊടുത്ത് ഒരു പ്രശ്നമാക്കുന്ന രീതിയിലല്ല ഈ ഒരു സബ്ജക്റ്റ് ബിഗ് ബോസ് ടീമും ലാലേട്ടനും ഇന്ന് ഹാൻഡിൽ ചെയ്തതും അവതരിപ്പിച്ചതും. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ലാലേട്ടൻ ബ്രേക്കിന് പോയ സമയത്ത് അനു ആദിലെ അടുത്ത് പറയുന്നൊരു കാര്യമുണ്ട്. പുള്ളിക്കാരിക്ക് ടെൻഷനുണ്ട്, നല്ല പേടിയുണ്ട്. കാരണം ഇത് പുറത്തോട്ട് എങ്ങനെയാണ് പോകുന്നത്, ആൾക്കാരെങ്ങനെയാണ് കാണുന്നതിനൊക്കെ പേടിയുണ്ട്. അപ്പോൾ അതിലെടുത്ത് പറയുന്നത് ഇനിയിപ്പം അനീഷേട്ടൻ ഇപ്പോഴും പുള്ളി ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. പുള്ളി ഭയങ്കര എന്തൊക്കെയോ എക്സ്പെക്റ്റ് ചെയ്യുന്ന എന്തൊക്കെയോ പുള്ളി നല്ലൊരു ഇതായിട്ടാണ് പുള്ളിക്ക് എന്തൊരു കാരണം ഈ ഒരു ഇഷ്ടം പുള്ളി ഞാൻ അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ കല്യാണം കഴിക്കണം എന്നുള്ളൊരു ഇത് തീരുമാനം അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടിയാണ് അനീഷ് ഇരിക്കുന്നതെന്നുള്ളൊരു സംസാരമാണ് അനു സംസാരിച്ചത്. എന്നിട്ട് അനു പറയുന്നുണ്ട്, കാരണം എനിക്ക് ഒരു ഫ്രണ്ടിലുപരി എനിക്ക് കാണാൻ പറ്റത്തില്ല. അനീഷേട്ടൻ എനിക്ക് നല്ലൊരു ഫ്രണ്ടായിട്ട് എനിക്ക് കാണാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അനുവിൻ്റെ ഒരു ടെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെടുത്ത് പറയുന്നുണ്ട്, കാരണം ഇനിയിപ്പോൾ എനിക്ക് കല്യാണ ആലോചനകളൊക്കെ വരുമോ എന്നൊരു ടെൻഷനും പുള്ളിക്കാരി അവിടെ കാണിക്കുന്നുണ്ട്, പറയുന്നുണ്ട് അതിലെടുത്ത്. അപ്പം ഇവർ പറയുന്നത് ലാലേട്ടൻ കേട്ടിട്ട് ലാലേട്ടൻ വന്നുടനെ അനുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്താണ് അതിനൊരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, ഇതൊരു ഫൺ എലമെൻ്റ് ആയിട്ട് എടുത്താൽ മതി. കാരണം ഇത് കാണുന്ന ഓഡിയൻസ്, ഇത് ബിഗ് ബോസ് ഷോ കാണുന്ന ലോകത്തുള്ള എല്ലാ ജനങ്ങളും ഇതൊരു തമാശയായിട്ടാണ് കാണുന്നത്. പിന്നെ ഇത് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ അനുവിൻ്റെ തീരുമാനങ്ങളുണ്ട്. കാരണം പെട്ടെന്നൊരു സ്ത്രീക്ക് ഇതുപോലെ പെട്ടെന്ന് ഇങ്ങനെ ഉള്ള ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ പറ്റത്തില്ല. ആലോചിച്ചും ഒരുപാട് പരിമിതികളുണ്ട്, ആലോചിക്കാനും ചിന്തിക്കാനും സംസാരിക്കാനും വീട്ടുകാരുടെ അടുത്തുമായിട്ട് സംസാരിക്കാനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ചെയ്താൽ മതി. താല്പര്യമുണ്ടെങ്കിൽ മുമ്പോട്ട് പോകുക, താല്പര്യമില്ലെങ്കിൽ അതിൽ നിന്ന് ബൈ ബൈ പറയുക എന്നുള്ളൊരു ഡയലോഗാണ് ലാലേട്ടൻ അവിടെ പറഞ്ഞത്. നല്ല രീതിയിൽ തന്നെ ഈ ഒരു സബ്ജക്റ്റ് ക്ലോസ് ചെയ്തു. പിന്നെ അനീഷിൻ്റെ ഇതൊരു ഭാഗത്ത് നോക്കുവാണെങ്കിൽ, കാരണം അനീഷിന് ഇത് സീരിയസ് ആയിട്ട് തോന്നുവാണെങ്കിൽ ഇത് ഷോയിലേക്ക് കൊണ്ടുവരണ്ടായിരുന്നെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം പുള്ളി നല്ലൊരു പക്വതയുള്ള ഇത്രയും അറിവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് അല്ലേ. അപ്പോൾ ആ ഒരു വ്യക്തി 9 ദിവസം ബാക്കി നിൽക്കുന്ന സമയത്ത് ഈ ഒരു വിഷയം കൊണ്ട് ഈ ഒരു പബ്ലിക്കിലേക്ക് ഇടണ്ടായിരുന്നെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് കഴിഞ്ഞാലും സംസാരിക്കാം. അതുമാത്രമല്ല അനീഷ് ഡിവോഴ്സാണ്. അപ്പം അതൊക്കെ ചിന്തിച്ചിട്ട് വേണമായിരുന്നു ഈ ഒരു വിഷയം എടുത്ത് ഇടാനെ കൊണ്ട്. കാരണം ആദ്യം അനീഷിൻ്റെ ലൈഫിൽ പുള്ളിയുടെ പ്രീവിയസ് ലൈഫ് ഡിവോഴ്സ് ആയത് എന്തുകൊണ്ട്, എന്താണ് അവർക്കിടയിൽ ഉണ്ടായ പ്രശ്നങ്ങൾ, ഇതെല്ലാം അനുവായിട്ട് ഷെയർ ചെയ്യണമായിരുന്നു. ഷെയർ ചെയ്തിട്ട് വേണം ഈ ഒരു കാര്യം ചോദിക്കേണ്ടത്. കാരണം അനീഷ് ഒരു ഡിവോഴ്സ് ആയ ഒരാളാണ്. അപ്പം ഡിവോഴ്സ് ആയ ഒരാളെന്ന നിലയ്ക്ക് ഒരു പെൺകുട്ടിയെ പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് ആ പെൺകുട്ടിക്ക് അനീഷിനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചിലപ്പം തിരക്കേണ്ടതായിട്ട് വരും, അറിയേണ്ടതായിട്ട് വരും. ആരും എടുത്തടിച്ച പോലെ എനിക്ക് ഇഷ്ടമാണെന്ന് പറയത്തില്ല. അപ്പം എന്തുകൊണ്ട് ഡിവോഴ്സായി, മുമ്പുള്ള വൈഫ് എവിടെ, ഒരുപാട് കാര്യങ്ങൾ ആ ഒരു ആലോചിക്കുന്ന കുട്ടിയുടെ ഭാഗത്തു നിന്ന് ചിലപ്പം അന്വേഷിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതൊക്കെ പറഞ്ഞ് സംസാരിച്ച് ഓക്കെ ആണോ ഓക്കെ അല്ലയോ എന്ന് അറിഞ്ഞിട്ട് വേണമായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തിടാനെ കൊണ്ട്. അനീഷിൻ്റെ ഭാഗത്തു നിന്നൊരു എടുത്തുകാട്ടം സ്വാഭാവികമായിട്ട് നമുക്ക് ഇപ്പം ഇഷ്ടം എന്നുള്ളൊരു കാര്യം ഇപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് ആൾക്കാരോട് ഇഷ്ടം തോന്നുന്നതിൽ തെറ്റില്ല. പക്ഷേ ഒരു പക്വതയില്ലാതെ കാണിച്ചതുപോലെയാണ്, പെരുമാറിയതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം 9 ദിവസവും കൂടെ ഉള്ളൂ ഇനി ഫിനാലേക്ക്. അപ്പം ആ ഒരു ഫിനാലെ കഴിഞ്ഞിട്ടാണെങ്കിലും അതിനെ കോൺടാക്ട് ചെയ്ത് ഈ പറഞ്ഞിട്ടുള്ള എന്തായാലും ഇവരൊക്കെ പോകുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും. ഇവരൊക്കെ അറിയാവുന്നവരായതുകൊണ്ട് അങ്ങോട്ട് സോഷ്യൽ മീഡിയ വഴിയാലും ഇവർക്ക് കോൺടാക്ട് ചെയ്യാം, കാര്യങ്ങൾ ചോദിക്കാം, വീട്ടുകാരുമായിട്ട് സംസാരിക്കാം. അങ്ങനെ ഒരു തീരുമാനം എടുക്കാമായിരുന്നു. ഇതൊരു എടുത്തുകാട്ടം തന്നെയാണ്, ഒരു പക്വതയില്ലാത്ത രീതിയിലാണ് ഈ ഒരു കാര്യം ചെയ്തിട്ടുള്ളത്. അത് ലാസ്റ്റ് ടൈം കൂടെ ആകുമ്പോഴത്തേക്ക് രണ്ടുപേരെയും ഗെയിമിനെ തന്നെ അത് ബാധിക്കും അല്ലേ. അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത്. ഇന്നത്തെ എനിക്ക് തോന്നുന്നു ഈ ഒരു വിഷയമായിരുന്നു ഒരു അരമണിക്കൂറും ചർച്ച ചെയ്തത്. അപ്പോൾ എന്തായാലും ആ ഒരു ചാപ്റ്റർ ക്ലോസ് ആയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ അനീഷിന് വിടുമെന്ന് തോന്നുന്നില്ല, കാരണം അങ്ങനെ ആണ്. അപ്പോൾ അനീഷ് എനിക്ക് തോന്നുന്നു ഇനി അനുമോളെടുത്ത് മിണ്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓൾറെഡി ഒരു അനുമോൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഫ്രണ്ടായിട്ട് മാത്രമേ അനീഷേട്ടനെ എനിക്ക് കാണാൻ സാധിക്കത്തുള്ളൂ.
ഇതും കൂടെ കേട്ടപ്പോഴത്തേക്ക് അനീഷ് വീണ്ടും ഇതൊന്നും പറയാതെ തന്നെയാണ് അനീഷ് അനുവിൻ്റെ അടുത്ത് മിണ്ടാതിരുന്നത് അല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇപ്പം അടുത്ത ആഴ്ച എങ്ങനെ പോകുമെന്നൊക്കെ നോക്കാം. അപ്പോൾ എന്തായാലും ലൈവ് കണ്ടിട്ടുള്ള ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ടുള്ള ആൾക്കാർ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. സി